വർക്കൗട്ടിന് ഇറങ്ങുമ്പോൾ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം. വർക്കൗട്ടിന് ഇറങ്ങാതെ ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ബോറടിക്കും. ലോങ് സ്പീച്ചാ ഇതുപോലുള്ള കാര്യം കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ചുമ്മാ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടിച്ചു പോകേണ്ടി വരും. അതേസമയം നിങ്ങൾ ഈ നമ്മൾ ഫോണിങ്ങനെ സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മളിത് കാണുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മളിങ്ങനെ നോക്കി നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിങ്ങനെ നോക്കി നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത്രയും 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെയാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഇത് വേറെ വലിയ കടുകെട്ടിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുന്നു, നമ്മുടെ രണ്ട് കാലും ഇതുപോലെ ഫേസ് ഫോർവേഡ് ആയിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ടൈം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു, അതായത് നമ്മുടെ ഒരു ഷോൾഡർ കറക്റ്റ് ആ ഒരു ലെങ്ത്തിന്റെ ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലത്തെ കാല് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു എവിടെയാണോ നിന്ന് അതിൻ്റെ നേരെ ബാക്കിലേക്ക് തന്നെ കൊണ്ടുവെക്കുന്നു. എന്നിട്ട് ഒരു 45 ഡിഗ്രി നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോക്സിംഗ് സ്റ്റാൻസ് ആയിട്ട് നമ്മുടെ ലെഗിൻ്റെ ആ ഒരു പൊസിഷൻ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ നേരത്തെ നമ്മുടെ ഈ മുട്ടും അതായത് നമ്മുടെ ഈ ലെഗ് മസിൽസ് എല്ലാം നമ്മൾ അധികം ടൈറ്റ് ചെയ്യാതെ ഭയങ്കര റിലാക്സ് ആക്കി വെക്കുക. ശരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് ഭയങ്കര നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. നമ്മൾ ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ടെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക. അതെല്ലാവർക്കും പറ്റുന്നത്. ഇപ്പോൾ എനിക്കടക്കം അതങ്ങനെ വന്നിട്ടുള്ള ഒരു സംഭവം. അതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. അത് നമ്മൾ ലൂസാക്കി എടുക്കാനായിട്ട് നമുക്ക് വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഇതിന്റെ പേരാണ് പെൻഡുലം സ്റ്റെപ്പ് എന്ന് പറയും. ബോക്സേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ അവരുടെ ഫുഡ് വർക്ക് നന്നാക്കാനായിട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അത് വേറൊന്നുമല്ല, ഇതാ ഇങ്ങനെ ബൗൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സ്പീച്ചോ, ഞാൻ കേൾക്കുന്ന മുഴുവൻ മോട്ടിവേഷണൽ സ്പീച്ചസും അതുപോലുള്ള കാര്യങ്ങളും അല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സോങ് ഇടുക. ആ സോങ് തീരുന്നവിടം വരെ സ്റ്റാർട്ടിങ് ടു എൻഡ് ആ സോങ് തീരുന്നവിടം വരെ ഫുൾ മൊത്തം ഈ സംഭവം തന്നെ ഇത് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർവേഡ് ബാക്ക്വേർഡ് ഇതിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കാൽ എവിടെയാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് ഇത് വരരുത്. മനസ്സിലായേ? എന്നിട്ട് ഒരു കറക്റ്റ് ഇപ്പോൾ ഒരു 3 ലെങ്ത് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് ഒക്കെ ആയിരിക്കും ഒരു സോങ് വരുന്നത്. അത് അത്രയും നേരം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു കറക്റ്റ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിന് ആദ്യമായിട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ടായിരിക്കും പോകുന്നത് ഇതുപോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. അത് നമുക്ക് അയച്ചെടുക്കാനായിട്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് വരത്തുള്ളൂ. അതിന് നമ്മൾ ആദ്യമേ ഇവിടുത്തെ നമുക്ക് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈ മസിൽസ് എല്ലാം സ്റ്റിഫായിട്ട് നമുക്ക് ഇവിടെ ഭയങ്കര ഒരു കട്ടിയുണ്ട്. അത് അയഞ്ഞു വരണമെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ, സ്റ്റാൻസിന് ഒരു വാമപ്പ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുക. അതിനുശേഷമേ പിന്നെ നമുക്ക് സ്റ്റാൻസ് പൊസിഷനൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് മൂവ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് നമ്മുടെ ഒരു ലോക്കൊക്കെ ഒന്ന് മാറി ഒന്ന് അയഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഇതാദ്യമേ ചെയ്യണമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ നേരെ പൊസിഷനിൽ വരിക, ഫേസ് ഫോർവേഡ്. എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഞാൻ 2 ഇതും പ്രാക്ടീസ് ചെയ്യും. അതായത് ഞാൻ ഈ ബോക്സേഴ്സ് ശരിക്കും പറഞ്ഞാൽ അവർ ഒരൊറ്റ പൊസിഷനിൽ മാത്രം നിന്ന് കൂടുതലും വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ 2 കാരണം ഇത് നമുക്ക് തളർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ലോഡ് ചിലപ്പോൾ ബാക്കിലത്തെ കാലിലേക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അത് വെറുതെ ഇഞ്ചുറി ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ എപ്പോഴും 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ നേരത്തെ ചെയ്തത് റൈറ്റ് ലെഗ് ആണെങ്കിൽ ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ലെഗ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതുപോലെ 2 തവണ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ ലെഫ്റ്റ് ലെഗ് അതേ ഇവിടെ ഒരു 1 വരച്ച പോലെ അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്നു. എന്നിട്ട് 45 ഡിഗ്രി ജസ്റ്റ് ഒന്നിങ്ങനെ ടേൺ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു സോങ് ഇടുക. ആ സോങ് തീരുന്നവിടം വരെ പെൻഡുലം സ്റ്റെപ്സ് 1 2 3 4 5 6 7 8 9 10. മസിൽ പിടിച്ച് ചെയ്യുന്നവർ പ്രശ്നമില്ല. ആദ്യം ചിലപ്പം ഇങ്ങനെ വരും, അങ്ങനെ തന്നെ ചെയ്തോ, ഒരു കുഴപ്പമില്ല. അതിനുശേഷം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കുറേ കഴിയുമ്പോൾ ഇതുപോലെ വരും.
ഇങ്ങനെ 2 എണ്ണം മാത്രം വരും. പിന്നെ അത് ഈ 2 എന്നുള്ളത് 3 എണ്ണത്തിൽ നിർത്തും. പിന്നെ ആ 3 എന്നുള്ളത് 4 എണ്ണത്തിൽ നിർത്തും. അങ്ങനെ നമുക്ക് ഗ്രാജുവലി നമ്മൾ ഇമ്പ്രൂവ് ആക്കി ഈ മൂവ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആക്കി കൊണ്ടുവരാനാണ്. കാരണം ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർ, ഇച്ചിരി ഹെവി വെയിറ്റ് ആയിട്ടുള്ളവരാണ്. ഒരു ഇച്ചിരി വണ്ണമുള്ളവർക്കാണ് ഈ ചാടുമ്പോൾ, കാരണം അത്രയും വെയിറ്റ് നിൽക്കുമല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ് നമ്മുടെ മുട്ടിലേക്കും കൂടി ലോഡ് താങ്ങണമെങ്കിൽ അത് അവർക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അല്ലാതെ ഇച്ചിരി എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ആദ്യത്തെ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതുപോലുള്ളൊരു സംഭവം നമ്മൾ ഇതുവരെയായിട്ടും ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്കപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അതായത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകും, ഒരു ഫോൾട്ട് നമുക്ക് സംഭവിക്കും. അത് കാര്യമാക്കി എടുക്കണ്ട. അത് എങ്ങനെ വന്നാലും നമുക്കിത് തെറ്റിലൂടെ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കറക്റ്റായിട്ട് വന്ന് നിന്ന് ഓക്കെ കറക്റ്റ് അങ്ങനെ നമുക്ക് ഇത് ഞാനിപ്പോൾ ചെയ്തു, ആദ്യമായിട്ട് തന്നെ കറക്റ്റ് ആക്കി, അങ്ങനെ പറ്റത്തില്ല. നമുക്കിത് തെറ്റിലൂടെ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ ആദ്യമേ ഇങ്ങനെ നിൽക്കേണ്ടതിന് പകരം ഇപ്പൊ എനിക്ക് ചുമ്മാ ഞാൻ ഇങ്ങനെ ഓടിയിട്ട് ഇങ്ങനെ വന്ന് ചാടി നിന്നാലും ആ കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കുക പോലും വേണ്ട, കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ നമുക്ക് ഇതുപോലെ വന്ന് നിൽക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആദ്യത്തെ ആ ഒരു എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ ആ ബേസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ ആ അളവ് വെച്ച് കറക്റ്റ് ആയിട്ട് അപ്പൊ നമ്മളെ കാല് ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, ഈ ഒരു മൂവ്മെന്റുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് അതിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കും. ഇതൊരു നല്ല ലോങ് വീഡിയോ ആണ്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് എനിക്ക് 1 മിനിറ്റ് കൊണ്ടൊന്നും എനിക്കത് പറഞ്ഞ് കറക്റ്റ് ഇതായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് ഇപ്പൊ ഈ പറയുന്ന കാര്യം ഈ വീഡിയോ കേൾക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇങ്ങനെ നിന്ന് കേട്ടോണ്ടിരിക്കുക. മനസ്സിലായി? നിങ്ങൾ എന്നെയും കാണുന്നുണ്ട്, ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസും കൂടിയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഉണ്ടായിരിക്കും. ആ 20 മിനിറ്റ് ചിലപ്പോൾ നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ ഒന്നാമത്തെ കാര്യം. ഇതിപ്പോ ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുവരെയായിട്ടും സ്റ്റാൻസിലേക്ക് നടന്നിട്ടില്ല. ഇപ്പൊ സ്റ്റാൻസ് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ഒരു ഇതായിട്ടേ ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ സ്റ്റാൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൈയുടെ ആ ഒരു മൂവ്മെന്റ്സും അതൊന്നും ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ആ സ്റ്റാൻസിൽ നമ്മൾ നമ്മൾ ആ ഒരു നമ്മുടെ കാലൊന്ന് നമ്മൾ ലൂസാക്കി എടുക്കുന്ന ആ ഒരു മെത്തേഡ് വരെ ഞാൻ ആയിട്ടുള്ളൂ. ഇനിയും ഒരു ഇതും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഈ ഹിപ്പും ഈ മുട്ടിന്റെ ഇവിടെ ഈ ലോക്ക് ചെയ്ത് നിർത്തുന്നു, അല്ലെങ്കിൽ മുട്ടിലേക്ക് ഇങ്ങനെ ലോഡ് അധികം ഇങ്ങനെ പോകാതിരിക്കാനുമായിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ നിന്ന പോലെ നേരെ നിൽക്കുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു, റൈറ്റ് ലെഗ് നേരെ ബാക്കിലേക്ക് കൊണ്ടുവന്നു, 45 ഡിഗ്രി നമ്മൾ ടേൺ ചെയ്യുന്നു. നേരത്തെ ചെയ്തത് പെൻഡുലം സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ നിന്നത് തന്നെ മനസ്സിലായി? അതായത് ഒരേ ടൈം നമ്മൾ അപ്പുറത്തെ സ്റ്റാൻസിലേക്കും ചാടുന്നു, ഇപ്പുറത്തെ സ്റ്റാൻസിലേക്കും ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇതിങ്ങനെ നിങ്ങൾ വേറൊരു സോങ് ഇടുക, എന്നിട്ട് അത് കേട്ട് തീരുന്നവിടം വരെ ഇതുപോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. 3 മിനിറ്റ് ആണെങ്കിൽ 3 മിനിറ്റ്, 4 മിനിറ്റ് ആണെങ്കിൽ 4 മിനിറ്റ്, 5 ആണെങ്കിൽ 5, ഏത് ഇഷ്ടപ്പെട്ട് സോങ് ഇടുന്ന പോലെ ഇരിക്കും. ലാസ്റ്റ് ആ സോങ് വെറുക്കുന്ന ലെവലിലേക്ക് എത്തരുത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു സോങ് നിങ്ങൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇതാ ഇതുപോലെ ചെയ്യുക. ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹിപ്പിന്റെ ആ ഒരു മൂവ്മെന്റ്സും കൂടിയും കിട്ടും. കാരണം നമ്മൾ പഞ്ച് ചെയ്യുമ്പം അത് വേറൊരു ടോപ്പിക്കാണ്, അതിന്റെ ഞാൻ ജസ്റ്റ് ഒരു വേഗമായിട്ട് പറയുന്നതേ ഉള്ളൂ. പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ പവർ വരുന്നത് ലെഗ്സിൽ നിന്നാണ്. ഗ്രൗണ്ടിൽ നിന്ന് അത് നമ്മൾ ലോഡ് ചെയ്ത് ലെഗ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഹിപ്പിലേക്ക് കൊടുത്ത് ആ ഹിപ്പിൽ നിന്ന് നേരെ കയ്യിലേക്ക് വന്ന് നേരെ നമ്മൾ ഹിറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലിലാണല്ല. ഇത് വെറും ഒരു ചുറ്റിക പോലെ ഒരു വെപ്പണ കൈ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ ലൂസ് ആക്കിയിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ നമ്മളിങ്ങനെ അതല്ല, മനസ്സിലായേ? നമ്മൾ കൈ ഭയങ്കര അയച്ച്, ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ കൈ അയാൻ എന്തൊരു പാടായിരുന്നു അറിയാം. കാരണം ഞാൻ ഈ നേരത്തെ പണ്ട് ഈ ജിമ്മിൽ ചെയ്ത് മസിൽസ് എല്ലാം അങ്ങ് ടൈറ്റ് ആക്കി, കാലും ഹിപ്സും എല്ലാം അങ്ങ് ടൈറ്റ് ആക്കി, ഒരുമാതിരി മനുഷ്യന് ഈ ഒരു സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ നമുക്ക് മൂവ്മെന്റ്സ് ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ശരിയാകത്തില്ല, ഇതിന് നമുക്ക് മാറണം. ഇപ്പോഴും ഞാൻ അതിനെ സ്ട്രഗിൾ ചെയ്യുക. അതാണ് ഞാൻ ഈ
ജസ്റ്റ് ബോഡി ബിൽഡിംഗ് മാത്രം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി മാത്രം ഡെവലപ്പ് ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ചെയ്യണം, കിപ്പ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും കാല് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലേ വേറെ ഏത് ഇതിലേക്കാണെങ്കിലും നമുക്കതൊരു ആ ഒരു മൂവ്മെന്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും എല്ലാവരോടും പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ടും ചിലവർ പറയും എനിക്ക് മസിൽ മാത്രം മതിയെന്ന്. എനിക്കതിൻ്റെ ഇത് മനസ്സിലാവുന്നില്ല ശരിക്കും. അത് എപ്പോഴേലും അവർക്കൊരു ഇത് മനസ്സിലാകുമായിരിക്കും. കാരണം എനിക്കും അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു, എനിക്ക് മസിൽ മാത്രം മതി. ഞാൻ നല്ലപോലെ അടിച്ച് നല്ല തുടയൊക്കെ ഈ സൈസും കൈയൊക്കെ ഈ സൈസും, എന്നിട്ടത് ഇങ്ങനെ നടക്കുമ്പോൾ അയ്യോ അവൻ്റെ മസിലും ഉണ്ടോ, അവൻ്റെ എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ തീർന്നു. ഒന്നുമല്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മൾ ഈ ഒരുപാട് മസിലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോക്സേഴ്സിന്റെ മുന്നിൽ, നിങ്ങൾ ബോക്സേഴ്സുമായിട്ടുള്ള ഒരു കുറെ വീഡിയോസ് ഇതിനകത്ത് യൂട്യൂബിൽ തന്നെ കാണും. ബോഡി ബിൽഡേഴ്സും ഇതല്ലാതെ ഉള്ളവർ, ട്രെയിൻ ചെയ്തവർ, ആത്ലീറ്റ്സുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. പെട്ടെന്ന് നമ്മൾ അണയ്ക്കും. ഒരു മിനിറ്റ് പോലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് പട്ടി അണയ്ക്കുന്ന പോലെ നമ്മൾ അണച്ചു പോകും. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് നമുക്ക് മുന്നോട്ട് മാറണം കാര്യങ്ങൾ. അതപ്പോ അങ്ങനെ മാറണമെങ്കിൽ, അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ആ ഒരു സെഷനിൽ നിന്ന് മാറിയാണ് ഈ ക്രോസ് ഫിറ്റ് ഒക്കെ എനിക്ക് വന്നതെന്ന് തോന്നുന്നു. കാരണം ആ ബോഡി ബിൽഡിംഗ്, അവർക്ക് ബോഡിയും ഉണ്ടെന്ന് അതേസമയം അവരുടെ എൻഡ്യൂറൻസും ഭയങ്കര പക്കയാണ്. അപ്പൊ അതൊക്കെ വളരെ നല്ല അങ്ങനത്തെ ഒരു സംഭവം. ഇപ്പൊ ക്രോസ് ഫിറ്റ് രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യുവാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം കുറച്ചുകൂടി നമ്മൾ ഫ്ലെക്സിബിളും ആവും, അതേസമയം നമുക്ക് നമ്മുടെ നല്ല സ്റ്റാമിനയുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ഈ പൊസിഷൻ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി തള്ളുവാണെന്ന് വെച്ചപ്പോൾ ഒരാളുടെ വണ്ടി നിന്ന് പോയി, നമുക്ക് വണ്ടി തള്ളുക, നമ്മൾ ഇങ്ങനെ പോയി തള്ളുവോ? അപ്പോൾ ചേട്ടാ നീങ്ങട്ടെ, ഇങ്ങനെ നമുക്ക് തള്ളുവോ? ഇങ്ങനെ നമുക്ക് തള്ളാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ എന്ത് വന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നമ്മളെ ഇങ്ങോട്ടേക്ക് ഇടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ പിടിച്ചുന്താനോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ പിടിച്ചുന്തുന്നതേ ഇതാ. അല്ലാതെ നമ്മൾ ഇങ്ങനെ നേരെ നിന്ന് ഉന്തുന്നു, ഇങ്ങനെ നിന്ന് നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് വണ്ടി തള്ളി ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഉന്തി പോകുന്നതും അതിന്റെ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന എവിടെ നിന്ന്? നമ്മുടെ കാലിൽ നിന്ന്. ആകെ ഒരു കാലേ നമ്മൾ ഇവിടെ ബാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ നമ്മൾ ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും അവിടെ. നമ്മൾ സാധാരണ ഇങ്ങനെ പോകുന്നതിനേക്കാളും കൂടുതൽ ഫോഴ്സ് പോകുന്നത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെ പോകുന്നതിനേക്കാളും കൂടുതൽ പോകുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തു പോകുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ആ സെയിം പൊസിഷനാണ്. ഇപ്പം കരാട്ട പഠിച്ചവരാണെങ്കിലും കങ്ഫു പഠിച്ചവരാണെങ്കിലും വിങ്ചൻ ആണെങ്കിലും ഇവർ ഈ UFC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിലേക്ക് അവർ കയറി കഴിയുമ്പോൾ അവരുടെ സ്റ്റാൻസ് നേരെ ബോക്സിംഗ് സ്റ്റാൻസ് അല്ലെങ്കിൽ മോത്തായി സ്റ്റാൻസ് അല്ലെങ്കിൽ കിക്ക് ബോക്സിംഗ് സ്റ്റാൻസ്, ഇവർ നേരെ സ്റ്റാൻസ് മാറ്റും. കാരണം എന്നാലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നേരെ ചങ്കിലിട്ട് ചവിട്ടി അങ്ങോട്ട് നിലത്തിടത്തേ ഉള്ളൂ. കാരണം നമ്മൾ ഫുൾ ഓപ്പണാണ്, വൈഡ് ഓപ്പണാണ്. നമ്മൾ നേരെ എന്താ ചവിട്ടിക്കോ എന്നുള്ള രീതിയിൽ നിൽക്കും. അതേസമയം നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇവിടെ ചവിട്ടായിരിക്കും. ചവിട്ടെന്ന് പറഞ്ഞാലും നമ്മൾ സോറി കേട്ടോ ഇല്ലേ ആവോ, ഞാൻ എൻ്റെ കൈ താഴെയായിരുന്നു. ഒന്നല്ലേ ഇവിടെ ചവിട്ടുമായിരിക്കും. ചവിട്ടിയാൽ വേണം ഒന്നല്ലെങ്കിൽ നമുക്ക് ആണ്ട് ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വെട്ടി മാറുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പല ഓപ്ഷൻ ഉണ്ട്. അതേസമയം നമ്മൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഒന്നല്ലേ നമ്മൾ ചവിട്ട് കൊള്ളുക, അല്ലെങ്കിൽ ആ ചവിട്ടിനൊപ്പം പുള്ളിയെ തള്ളാനായിട്ട് വല്ലതും ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വല്ലതും മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടേണ്ടി വരും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ കൊടുക്കുന്നത്. സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഓപ്പൺ അല്ല, നമ്മളെപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ടായിരിക്കും നിൽക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഇതായിട്ട് നിൽക്കാം. ഒരാൾ ഹിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ തന്നെ നമുക്ക് കയറി നമുക്ക് ബാക്കിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടി മാറി. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഏത് മാർഷൽ ആർട്ട് ആണെങ്കിലും ആദ്യമേ അവർ ഈ ചുവടുകൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കളരി ആണെങ്കിൽ പോലും ചുവടുകൾ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? അവരെ ആ ചുവട് തെറ്റിക്കഴിഞ്ഞാൽ പണി പാടും. അപ്പൊ ആ ചുവടിലാണ് എല്ലാ സംഭവങ്ങളും. ഇപ്പൊ ബോക്സിങ്, ഏത് മാർഷൽ ആർട്ടോ, ഏത് സംഭവമാണെങ്കിലും, ഏത് കോമ്പാറ്റ് സ്പോർട്സിലെ എന്ത് സംഭവമാണെങ്കിലും പോലും ആദ്യം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബേസാണ്. അപ്പൊ എങ്ങനെ നിൽക്കാം എന്നുള്ളത്, ആ ഒരു ഇത് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ തള്ളി വിട്ടിട്ട് നമുക്ക് ഓടാനായിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ തള്ളുന്നതിന് ആ ഒരു പവർ, പെട്ടെന്നുള്ള ആ ഒരു പവർ വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അപ്പം അതാണ് ഇതിന്റെ ഒരു ഫാക്ടർ. ഇനി ഇപ്പൊ ഈ രണ്ടെണ്ണം ചെയ്തു. ആദ്യം നമ്മൾ പെൻഡുലം സ്റ്റെപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ സാധനം മാറിയുള്ളത്. അതിപ്പോ ആദ്യമേ ഞാൻ ഈ സാധനം ചെയ്യുന്നതിന്റെയും എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. കാരണം ഇച്ചിരി സ്റ്റിഫായിട്ടുള്ളവർക്ക് അതായത് ഇങ്ങനെ ഇവിടം വരെയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ തിരിഞ്ഞാൽ മതി. ഇങ്ങനെ പയ്യെ തിരിഞ്ഞു, ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ തിരിഞ്ഞാൽ മതി. എങ്ങനെ വന്നാലും
ഒരു കൈ ബാക്കിലും ഒരു കൈ ഫ്രണ്ടിലും എന്നുള്ള മട്ടിൽ വേണം നിൽക്കാൻ. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എന്നെ ചവിട്ടിക്കോ എന്നുള്ള രീതിയിൽ നിൽക്കരുത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻസ്. അപ്പം നേരെ നിൽക്കുക, സ്പ്ലിറ്റ് ചെയ്യുക, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക, ഒരു കാല് ബാക്കി വെക്കുക, 45 ഡിഗ്രി തിരിയുക, ഇങ്ങനെ നിൽക്കുക. ഈ വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്തു പോക്കും. അങ്ങനെ ആകുമ്പം ഇത്രയും ലെങ്ത് അല്ലേ, വീഡിയോയ്ക്ക് എന്തായാലും ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം അതനുസരിച്ച് ഈ വീഡിയോ കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അത് കേട്ടോണ്ടിരിക്കുക. ഇതിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം, ഈ വീഡിയോയുടെ സംഭവങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്, കാരണം ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ലല്ലോ. ആരാ പറഞ്ഞു തരാനുള്ളത്? നമ്മുടെ തെറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ടോ? ക്ലിയർ ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പൊ പിന്നെ അതനുസരിച്ച് നമ്മൾ ഇത് കേട്ട് നമ്മൾ സ്വയം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എൻ്റെ കാലിങ്ങനെയാണോ, ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന എൻ്റെ കൈ ഫ്രണ്ടിലാണോ, ഒരു കൈ ബാക്കിലാണോ, കാല് ഏകദേശം 45 ഡിഗ്രി ടേൺ ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും അത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിങ്ങനെ നിൽക്കുമ്പം ഓക്കെ, ഇത് ഒരു കൈ ഫ്രണ്ടിൽ ഒരു കൈ ബാക്കി 45 ഡിഗ്രി, ഓക്കെ. അപ്പൊ നമ്മളിതിങ്ങനെ എപ്പോഴും കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കോൺഷ്യസ് ആവണം ആദ്യത്തെ കുറച്ച് നാള്. പിന്നെ അതങ്ങ് നമ്മൾ എന്തോന്ന് ഇത്രല്ലേ ഉള്ളൂ, ഇതിലെന്തോ ഉള്ളത് എന്നുള്ള മട്ടിലേക്ക് നമ്മൾ മാറും. കാരണം ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇനി ആണ് ശരിക്കും അടുത്ത സ്റ്റാൻസിന്റെ മൂവ്മെന്റ്സ്. ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒരു ലെഗ് എടുത്ത് ബാക്കിലേക്ക് വെക്കുന്നു, 45 ഡിഗ്രി ഇത് ചെയ്യുന്നു, രണ്ട് കൈയും നേരെ ഫേസിലേക്ക് ഇങ്ങനെ വെക്കുന്നു, രണ്ട് കൈയും ഫേസിലേക്ക് വെക്കുന്നു, ചിൻ ടക്ക് ചെയ്യുന്നു. ചിൻ എപ്പോഴും ടക്ക് ചെയ്തിട്ട് നമ്മുടെ ഐബ്രോസിന്റെ ഇവിടെ, ഈ ഐബ്രോയുടെ ഇവിടെ കൂടി വേണം നമ്മൾ നോക്കാനായിട്ട്. അതായത് ശരിക്കും നമ്മൾ ഈ വില്ലന്മാരൊക്കെ മൂവീസിലെ, ഇംഗ്ലീഷ് മൂവീസിലെ ഇതൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇടിക്കാൻ വരുന്ന പോലെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതാണ് ആ ഒരു ഇതാണ് വരുന്നത്. നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ ഫേസ് ഓപ്പൺ ആയെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മളെ ഹിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമുള്ളത്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു പൊടി, ഒരു ഇഞ്ചിന് നമ്മളിങ്ങനെ അകത്തേക്കാം, ചെറിയൊരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ വന്ന് കയറുന്ന സംഭവം. അപ്പൊ ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് മിക്ക ഫൈറ്റിലും നമുക്ക് ഹിറ്റ് കിട്ടുന്നത് പോലും. അപ്പോൾ എപ്പോഴും ഇത് നോക്കുക, നമ്മൾ കാല് ഇതുപോലെ തന്നെ വെക്കുക, ചിൻ ടക്ക് ചെയ്യുക, താഴോട്ട് നോക്കുക, ഐബ്രോസ് ഇതുപോലെ തന്നെ വെക്കുക. ഫ്രണ്ട് എൻ്റെ റൈറ്റ് ഹാൻഡ് ഇപ്പോൾ ഫ്രണ്ടിലും ലെഫ്റ്റ് ഹാൻഡ് ഇപ്പോൾ ബാക്കിലും ഞാനിങ്ങനെ പൊസിഷനായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇതുപോലെ മൂവ് ചെയ്യുന്നു. ഇതുണ്ടോ, ബാക്ക്വേർഡ്. ഫോർവേഡ് വെക്കാൻ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ ബാക്കിലത്തെ കാലെടുത്ത് നേരെ ഞാൻ എൻ്റെ ഇങ്ങോട്ടേക്കല്ല വെക്കുന്നത്, എൻ്റെ ഫ്രണ്ടിലത്തെ കാലിലേക്കല്ല, നേരെ കൊണ്ടുവരുമല്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഇതുപോലെ നിന്നു, സ്പ്ലിറ്റ് ചെയ്തു, നേരെ കാലിന്റെ ബാക്കിലേക്ക് വരുന്നു, എന്നിട്ട് ഞാൻ 45 ഡിഗ്രി ടേൺ ചെയ്യുന്നു. ഈ ഒരു ലെങ്ത് കണ്ടല്ലോ, ഈ ഒരു ലെങ്ത്തിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക, ഒരു സ്റ്റെപ്പ്. ആ അതേ സ്റ്റെപ്പ് തന്നെ ആയിരിക്കണം എൻ്റെ ബാക്കിലത്തെ ലെഗ് കൊണ്ടും വെക്കാനായിട്ട്. ഇത് കണ്ടോ, അത്രേ ഉള്ളൂ. 1 1. ബാക്ക്വേർഡ് ആണെങ്കിൽ ബാക്കിലത്തെ കാലുകൊണ്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. 1 1 1 1 1 1 1 1. ബാക്കിലത്തെ കാലുകൊണ്ട് ഡ്രൈവ് ചെയ്യുക, വീണ്ടും ബാക്കിലേക്ക് പോവുക. നല്ല സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ദൂരോട്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതും ഒരു സോങ് ഇടുക, എന്നിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. കുറെ ഇങ്ങനെ ആദ്യത്തെ ബുദ്ധിമുട്ട് കഴിയുമ്പം നമ്മുടെ കാലെപ്പോഴും ഇങ്ങനെ അയച്ചു കൊടുക്കുക. ആദ്യത്തെ ബുദ്ധിമുട്ട് കഴിയുമ്പം പിന്നെ ഇതുപോലെ ഇങ്ങനെ പയ്യെ സ്പീഡ് കൂടി വരും. ഇങ്ങനെ നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. കണ്ടോ, ഇങ്ങനെ നടന്ന് ശീലിക്കുക. ഇങ്ങനെ നടന്ന് ഈ 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഒരു പാട്ടിന്റെ ലെങ്ത്തിൽ നമ്മൾ നടന്ന് ശീലിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നടക്കരുത്. ദൈവത്തെ ഓർത്ത് കാല് മുട്ട് ലോക്ക് ചെയ്തിട്ട് അനങ്ങാൻ മേലാത്ത പോലെ ഇങ്ങനെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ നടക്കരുത്. എനിക്ക് വേറൊരു ഇത് പറയാനുണ്ട്, പിന്നെ അത് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ നടക്കരുത്. നമ്മൾ മുട്ട് ലോക്ക് ചെയ്യാതെ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് വേണം ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. ഒരിക്കലും ബാക്കിലത്തെ കാല് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലത്തെ കാലിലേക്ക് ഇങ്ങനെ മുട്ടിച്ച് നടക്കുകയും ചെയ്യരുത്. അതും മണ്ടത്തരമാണ്. ഇങ്ങനെ ചെയ്യാവുള്ളൂ ഓരോ സ്റ്റെപ്പ്. ആദ്യത്തെ ബേസിക് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഫൈറ്റിലേക്കൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മളതങ്ങ് ഷഫിൾ ചെയ്യുക, മനസ്സിലായോ? പിന്നെ നമ്മൾ കണ്ട് ഇതുപോലെ ഇപ്പോൾ ആലി ഷഫിളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പുള്ളി ഫുൾ ടൈം ഡാൻസ് ചെയ്യുക അതിൻ്റെ അകത്തിരുന്ന്. പക്ഷെ അവർ പ്രൊഫഷണൽസ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒറ്റ പോക്കാ. അപ്പൊ അതിലും നല്ലത് ബേസിക്സ് ഇപ്പൊ ആദ്യമേ തറവാക്കി തന്നെ
നമ്മൾ പോവുക. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലിലേക്കുള്ള സ്ട്രെങ്ത്തും എന്ത് കാര്യം ചെയ്താലും ആ ഒരു മസിൽസിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി എടുക്കണമെങ്കിൽ ഈ ഒരു പൊസിഷൻ നമുക്കത് താങ്ങാൻ കഴിയണം. ഈ ഒരു പൊസിഷനിൽ നിന്ന് 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 നമ്മുടെ ബോഡി താങ്ങുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കുക. ഇതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് വലത്തേക്ക് പോകാനായിട്ടാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് ലെഗ് എടുത്ത് ഇങ്ങനെ വെക്കുന്നു. അതിന്റെ കൂടെ ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ് വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് വെക്കുന്നു, റൈറ്റ് ലെഗ് വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് വെക്കുന്നു. ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ലെഗ് വെക്കുന്നു, റൈറ്റ് ലെഗ് വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് പോകുന്നു, റൈറ്റ് ലെഗ്. ഫോർവേഡ് ആണെങ്കിൽ ഫ്രണ്ടിലത്തെ കാലെടുത്ത് മൂവ് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് വെക്കുന്നു, ബാക്കിലത്തെ കാല് അതിന്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുന്നു. നേരെ ചേർത്തല്ല, കൂടെ തന്നെ. ഇങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ വീഡിയോയിൽ തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ, ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കിയോ. അപ്പൊ ആ പൊസിഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിപ്പം ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകുന്നു, എൻ്റെ ബാക്കിലത്തെ ലെഗും അതുപോലെ തന്നെ പോകുന്നു. റൈറ്റിലേക്ക് പോകുമ്പം റൈറ്റ് ലെഗ് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നു. എന്നിട്ട് ഇതുപോലെ ഇത് കണ്ടോ. ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇത് എല്ലാം ഏകദേശം ഇപ്പൊ ഫോർവേഡ് ബാക്ക്വേർഡ്, ഇപ്പൊ ഞാൻ ആദ്യമേ ഫോർവേഡും ബാക്ക്വേർഡും ഒരു സോങ് തീരുന്നവിടം വരെ ഞാനിപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, അങ്ങനത്തെ ഒരു പൊസിഷനിൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ അടുത്ത പൊസിഷനിൽ വന്നിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്. ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് സൈഡ് വൈസ് ഇപ്പൊ പോവുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് 4 എണ്ണവും കൂടി ഏറ്റവും ലാസ്റ്റ് വീണ്ടും ഒരു സോങ് ഇട്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുക. ഫോർവേഡ് ബാക്ക്വേർഡ്, ലെഫ്റ്റ് റൈറ്റ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ലെഫ്റ്റ് ലെഫ്റ്റ്, റൈറ്റ് റൈറ്റ്, ഫോർവേഡ് ഫോർവേഡ്, ബാക്ക്വേർഡ് ബാക്ക്വേർഡ്, ലെഫ്റ്റ് ലെഫ്റ്റ്, റൈറ്റ് റൈറ്റ്, ഫോർവേഡ് ഫോർവേഡ്, ബാക്ക്വേർഡ് ബാക്ക്വേർഡ്, ലെഫ്റ്റ് ലെഫ്റ്റ്, റൈറ്റ് റൈറ്റ്, ഫോർവേഡ് ഫോർവേഡ്, ബാക്ക്വേർഡ് ബാക്ക്വേർഡ്. അപ്പൊ എന്റെ മുട്ട് ശ്രദ്ധിച്ചോണോ, കണ്ടോ, മുട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്, ഫോർവേഡ് ഫോർവേഡ്, ബാക്ക്വേർഡ് ബാക്ക്വേർഡ്. ഇത് തന്നെ നമ്മളിങ്ങനെ ചെയ്ത് ഇതിപ്പോൾ ഓരോ സോങ്ങും കഴിയും തോറും എങ്ങനെ വന്നാലും ഒരു 10-30-40 മിനിറ്റിന്റെ വർക്കൗട്ട് ഉണ്ട്. വേണമെങ്കിൽ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഇത് ചെയ്യണം, ആദ്യം ഏത് ചെയ്യണം, പെൻഡുലം സ്റ്റെപ്പ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഹിപ്പ് റൊട്ടേഷന്റെ ആ ഒരു ഇതാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഫോർവേഡ് ബാക്ക്വേർഡ് ആണോ ചെയ്യേണ്ടത്, സൈഡ് വൈസ് ആണോ ചെയ്യേണ്ടത്, ഫോർവേഡും ബാക്ക്വേർഡും സൈഡ് വൈസും കൂടി ഒന്നിച്ച് ചെയ്യണോ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇത് ഏകദേശം ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോഴാണ് പിന്നെ അതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈയും ചിൻ ടക്ക് ചെയ്യുന്നു, നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നു, നമ്മുടെ ചിൻ ടക്ക് ചെയ്യുന്നു, കണ്ണിൽ കൂടി ഐബ്രോസിൽ കൂടി നമ്മളിങ്ങനെ നോക്കുന്നു. പിന്നെ പെൻഡുലം സ്റ്റെപ്പ് ഇതുണ്ടോ. അപ്പൊ നമ്മുടെ ഈ ബോൾസ് കണ്ടോ, ഇവിടെ നമ്മുടെ ഈ ഫീറ്റിന്റെ ഇവിടെ ഈ ബോളിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട്. നമ്മളിവിടെ നിൽക്കരുത്, ഈ ഭാഗത്ത് നിൽക്കരുത്, ഹീൽസിൽ നിൽക്കരുത്, നമ്മുടെ ഈ ബോൾസിലായിരിക്കണം ഇങ്ങനെ നിൽക്കാൻ. ഇപ്പൊ സൈഡിലേക്കാണെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്യാം, ഫ്രണ്ടിലേക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, സൈഡിലേക്കാണെങ്കിൽ ഇതുപോലെ. അതുപോലെ ഒരു സോങ് ഇത് ചെയ്യുക, ടേൺ ചെയ്യുക, വീണ്ടും അങ്ങനെ തന്നെ ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ് ബാക്ക്വേർഡ്, ഫോർവേഡ്. നമ്മൾ ചിൻ ടക്ക് ചെയ്യുക, ഐബ്രോസിന്റെ അവിടെ കൂടി നോക്കുക, 2 കൈയും ഫേസിന്റെ അവിടെ തന്നെ ഗാർഡ് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഇതുപോലെ പെൻഡുലം സ്റ്റെപ്പ് ഏറ്റവും ലാസ്റ്റ് വീണ്ടും സൈഡിലേക്കാണെങ്കിൽ ഫോർവേഡ് ബാക്ക്വേർഡ് കഴിഞ്ഞിട്ട് സൈഡ് വൈസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇത് തന്നെ. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ സ്റ്റാൻസ് എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിത് ചെയ്തു എന്ന് മാത്രം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ എനിക്ക് ഒന്നര കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ DM ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് എന്താണ് ക്ലിയർ ആവാത്തത്
എന്നുള്ളത് പറയുവാണെങ്കിൽ പോലും അത് എനിക്ക് വേണമെങ്കിൽ ശരിയാക്കാം നെക്സ്റ്റ് ടൈം. ഇപ്പോഴല്ല, അത് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളിത് ചെയ്ത് കാണണ്ടേ. കാരണം ഞാൻ ചുമ്മാ ഇത് ഇത്രയും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി എനിക്കറിയണം. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് ഒരു മിനിമം ഒരു 25 പേരെയും എനിക്ക് ആ ഒരു ഇത്രയും ചെയ്ത് വീഡിയോസ് എനിക്ക് അയച്ചു തന്നെങ്കിൽ, 25 മിനിറ്റിൻ്റെ വീഡിയോ അല്ല കേട്ടോ, നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഓരോ മിനിറ്റ്, ഒരൊറ്റ മിനിറ്റിൻ്റെ വീഡിയോ എനിക്ക് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടാൽ മതി. നമുക്കത് മനസ്സിലാവും, ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ ഞാനിവിടെ ഇരുന്ന് ചെയ്യുന്നത് നിങ്ങളവിടെ ഇരുന്ന് കസേരപ്പുറത്തിരുന്ന് കണ്ടിട്ട് എന്താ കാര്യം? ഞാനിത് ചെയ്യാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നിങ്ങളത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് വേണം എനിക്ക് ബാക്കി ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ബാക്കി സെറ്റ് ചെയ്ത് ഇത് മോഡിഫൈ ചെയ്ത് പിന്നെ ഒരു വീഡിയോ നല്ല കുറച്ചുകൂടെ ഷോർട്ടാക്കിയിട്ട് ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ ഷോർട്ടാക്കുമ്പം നിങ്ങളുടെ ഡൗട്ട്സ് എനിക്ക് അതിനകത്ത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അതേസമയം ഇത്രയും നമുക്ക് ലോങ് ആക്കുകയും വേണ്ട. അപ്പോൾ അത്രയും 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന പോലെയാണ് ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ചുമ്മാ നമ്മളിത് കണ്ടിട്ട് ഓക്കെ അങ്ങനെ ചെയ്യാം, ഓക്കെ ഇങ്ങനെ വന്നു ഇങ്ങനെ നിന്നു, ഞാനിങ്ങനെ 45 ഡിഗ്രി ചെയ്യുന്നു, ഓക്കെ 5 മിനിറ്റ്, തളർന്നു, ഓക്കെ മതി ഞാനീ പോവാ. അതല്ല, ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ വീഡിയോ തീരുന്നവിടം വരെ നിങ്ങളിത് കണ്ട് അങ്ങ് തീർക്കുക. വേറെ സോങ് ഒന്നും ഇടേണ്ട ഒരു കാര്യവും വരത്തില്ല. കാരണം ഇത് എന്തായാലും നല്ല രീതിക്ക് ലോങ്ങാണ്. അപ്പം അത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ റിവ്യൂസ് എന്നുള്ളത് അത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്യുക. ഓക്കെ, സോ ഓസ്.